ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പരിശുദ്ധാത്മാവിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ കർത്താവിൽ ഇടയായി. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ഏലിയാവിന്റെ അടുക്കൽ എലീശ ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥന 2 രാജാക്കന്മാരുടെ പുസ്തകം 2:9 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൻ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിന്റെ ആത്മാവിൻ ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ, ഇവിടെ എലീശ ഏലിയാവിനോട് ചോദിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി പങ്കല്ല, ഒന്നുകിൽ ഏലിയാവ് പ്രാപിച്ച ആത്മാവിന്റെ, അല്ലെങ്കിൽ അക്കാലത്തുള്ള പ്രവാചകന്മാർ അനുഭവിച്ച ആത്മാവിന്റെ ഒക്കെ ഒരു ഇരട്ടി പങ്ക്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ജ്യേഷ്ഠാവകാശത്തെ കുറിച്ചൊക്കെ, ആദിജാതനുള്ള അവകാശത്തെ കുറിച്ചൊക്കെ അപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഇവിടെ എലീശായുടെ ആഗ്രഹം ഒരു വലിയ ആത്മീകമായ സംതൃപ്തി, അല്ലെങ്കിൽ ഒരു ഇരട്ടി പങ്ക് താന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:15 തൊട്ട് 17 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തന്റെ ജനനത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളാണ്. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിച്ച് വരുത്തും തുടങ്ങിയതായ കാര്യങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന് മുൻപ് തന്നെ സഖരിയാവിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3:34 പറയുമ്പോൾ, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ഓർക്കുക, അതിനൊരു പ്രത്യേക അളവ് പോലില്ല. എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നൽകുവാൻ ദൈവം സംതൃപ്തിയോടുകൂടെ കാത്തിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിൽ ആത്മാവ് വന്നത് അളവ് കൂടാതെ ആയിരുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ ക്രിസ്തു നൽകുന്ന ആത്മസ്നാനവും അളവ് കൂടാതെ ഉള്ളതാണ് എന്നതാണ്. പെന്തക്കോസ്ത് നാളിൽ 120 പേരിൽ ഏറ്റക്കുറച്ചിലുണ്ടായില്ല. ഒരേ നിറവാണ് അവരനുഭവിച്ചത്. അവിടെ അവർ 120 പേരുണ്ട്. പക്ഷെങ്കിൽ അവരനുഭവിച്ച ആത്മാവിന് അവിടെ യാതൊരു ഷോർട്ടേജും ഉണ്ടായില്ല എന്നതാണ് അവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പഴയ നിയമത്തിൽ മോശയുടെ ആത്മാവിൽ കുറച്ചെടുത്ത് 70 പേരുടെ മേൽ പകരപ്പെടുന്നതും നമുക്ക് കാണാവുന്നതാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 7:37-38 വാക്യങ്ങളിൽ പറയുന്നത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഒരു നദിയായി വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ആത്മാവിനെ കുറിച്ചാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, എത്രത്തോളം ദാഹവും വിശപ്പും അക്കാര്യത്തിലുണ്ടോ അത്രത്തോളം നമ്മെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകരുന്ന അനുഭവങ്ങളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട്, അവർക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന വരത്തുള്ളൂ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലേ
ആത്മനിറവ് അനുഭവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ തുടങ്ങിയതായ കാര്യങ്ങൾ അവർ പറയാം. വേറെ ചിലരെ പറയുന്നത് ഒരു വലിയ കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഒരു പ്രത്യേകമായ ചൈതന്യം കിട്ടത്തുള്ളൂ, അങ്ങനെ പറയുന്നവരുമുണ്ട്. എന്നാൽ അങ്ങനെ ഒറ്റയ്ക്കിരുന്നുള്ള ഒരു പ്രാർത്ഥനയോ ഒറ്റയ്ക്കിരുന്നുള്ള ഒരു ആത്മനിറവോ അല്ല. 120 പേരിരുന്നപ്പോൾ അവരുടെ മേൽ പകർന്നു ആത്മാവ്. ഇവിടെ നാം കേട്ടതുപോലെ യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിനാൽ നിറയപ്പെട്ടു. ഏലീശായെ ഇവിടെ ഏലിയാവിന്റെ പുറകെ താൻ ഒറ്റയ്ക്ക് പോവുകയാണ്. വേറെ പല ശിഷ്യന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴും തന്റെ ആഗ്രഹം വലിയൊരു ആത്മനിറവായിരുന്നു. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും ശരി, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ടോ? അത് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും എവിടെയായിരുന്നാലും പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ഡയറക്റ്റ് ബന്ധമുണ്ടായെങ്കിൽ അത് അനുഭവിപ്പാനായിട്ട് കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അവരെത്ര ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അളവ് കൂടാതെ നൽകുന്ന ആ അനുഭവമാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമേ നമ്മുടെ ശക്തി നമുക്ക് പുതുക്കിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഈ അന്ധകാരപൂരിതമായ പൈശാചികൻ അവന്റെ എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്ത്യപീരീഡില് യഥാർത്ഥമായി ആത്മനിറവിൽ നിറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതെ, ഈ ദിവസങ്ങളിലെല്ലാം നമ്മളെ പ്രകാരം പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പങ്കിനെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ടല്ലോ. പ്രകാരം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാപിച്ചതിനേക്കാൾ എല്ലാം ഉപരിയായി പ്രാപിപ്പാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ